അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മൾ 22 ക്ലാസ് എടുത്തു. 22ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഫജർ അല്പാണ് എടുത്തത്. ആ എടുത്തത് ഒന്ന് സ്പീഡ് ഞാൻ ഓതി പോവുകയാണ്. അവിടെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ പറയുന്നില്ല, ക്ലാസ് എടുത്തതാണ്. ബാക്കി വരുന്ന സ്ഥലത്ത് ഞാൻ ശരിക്ക് പറഞ്ഞു തരാം. പിന്നെ ഇൻഷാ അല്ലാ സമയമുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം തജ്വീദിൻ്റെ നിയമം പറയുന്നുണ്ട്. സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങളിൽ ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇത് ആമും ബിഉന്ന, ഇത് ആം ബിലാഉന്ന. ഇത് നമ്മൾ ഇൽഹാർ പഠിച്ചു. അതേപോലെ ഇത് ആമും ബിഉന്നയും പഠിച്ചു. ഇനി നമുക്ക് ഇത് ആമു ബിലാഉന്ന ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുറച്ച് സമയം വൈകിയാലും ഒരു 5 മിനിറ്റ് കൂടിയാലും ശരിക്ക് ക്ലാസ് കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കേൾക്കുന്നതും കാണുന്നതുമൊക്കെ പുണ്യമാണല്ലോ ഖുർആൻ. അതുകൊണ്ട് ലേശം ഈ പാഠം നമ്മൾ എടുത്തിട്ടുണ്ട്, അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടം വരെ കുറച്ച് ഞാനൊന്ന് സ്പീഡിൽ ഓതിത്തരാം, ബാക്കി നമുക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൽ അശ്ർ വശ്ശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറൂ ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് ഇന്ന റബ്ബക ലബിൽ മിർസാദ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഇവിടം വരെ നമ്മളെടുത്തു. ഇനി ബാക്കിയുള്ളത് ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമ. ഉണ്ടോ? ഈ ഹൂന ഓതൂല. ഫഅക്റമ നിർത്തുമ്പോൾ അങ്ങനെയാണ്. നിർത്താതെ ഓതുമ്പോൾ ഫഅക്റമഹു എന്ന് പറഞ്ഞ് ഓതണം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമ ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ ഫയഖൂലു റബ്ബി അക്റമൻ. ഫയഖൂലു എന്ന് പറയരുത്, ഫയഖൂലു. ഖാഫ് അധികം ആളുകൾ മോദി തരുമ്പോൾ ഖാഫിന് കാഫ് ആകുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമ ഫയഖൂലു റബ്ബി അക്റമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു. ഉണ്ടോ? ഈ ഹൂന ഓതൂല. വഖഫ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുമ്പുള്ള അക്ഷരം എങ്ങനെയാണോ അങ്ങനെയാണ് നിർത്തുക. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ
ഫയഖൂലു റബ്ബി അഹാനൻ. ഇവിടെ മദ്ദുണ്ട്. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. കല്ലാ അവിടെ വേണമെങ്കിൽ ഒന്ന് നിർത്താം. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം വലാ തഹാളൂന അലാ തുആമിൽ മിസ്കീൻ. ഇവിടെ കണ്ടോ, നല്ല നീട്ടാനുണ്ട്. വലാ തഹാളൂന അലാ തുആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ. അക്ലൻ ലമ്മാ. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ. ലമ്മാ ഇത് നമുക്ക് എടുക്കാനുള്ള നിയമമാണ്. നോക്കിക്കോളി. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ. സദ്ദൽ മീമൻ നീട്ടി കുറച്ച് നീട്ടിയാൽ മതി കേട്ടോ. ഞാൻ ഓതി തരാൻ വേണ്ടി ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടി ഓതിയെന്ന് മാത്രം. നോക്കിക്കോളി ഒന്നും കൂടി. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ. കണ്ടോ, ഈ നിയമം നമുക്ക് എടുക്കാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് എടുക്കുക. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ. ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. സഫൻ സഫാ ഇതൊക്കെ തെൻവീനുകളാണ്. നമ്മൾ പറഞ്ഞല്ലോ തെൻവീൻ എവിടെ വരുന്നുണ്ടോ, തൻവീൻ ലൊമ്മ് എവിടെ വരുന്നുണ്ടോ, സുക്കൂനുള്ള നൂൻ എവിടെ വരുന്നുണ്ടോ അവിടെയൊക്കെ നിയമങ്ങളുണ്ട്, നമ്മൾ പഠിച്ചിരിക്കണേ കേട്ടോ. നിക്കോളി ഇവിടുന്ന് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമ. ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം വലാ തഹാളൂന അലാ തുആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. അത്ര നീട്ടിയാൽ മതി കേട്ടോ. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ഇവിടുന്ന് ഒന്നും കൂടെ നോക്കിക്കോളൂ. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം വലാ തഹാളൂന അലാ തുആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ.
കല്ല, ഇവിടെ വേണമെങ്കിൽ നിർത്താട്ടോ. കല്ല ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. വജീഅ യൗമഇദിൻ ബിജഹന്നം. ഇവിടെ കണ്ടൊരു ജീമ് ഇവിടെ നിർത്താം. വജീഅ ഇവിടെ നീട്ടാനുണ്ട് കേട്ടോ. വജീഅ യൗമഇദിൻ ബിജഹന്നം. ഇവിടെ കണ്ടങ്ങൾ ഒരു ചെറിയൊരു മീം ഇവിടെ താഴെ. ഈ മീം ഇവിടെ ഇഖ്തിലാബാണ്. ഇവിടെ യൗമഇദിൻ മീമിൻ്റെ ശബ്ദമാണ് ഓതുമ്പോൾ വരേണ്ടത്. വജീഅ യൗമഇദിൻ ബിജഹന്നം. ഇവിടെ എന്നുള്ള ശബ്ദം വരണം കേട്ടോ. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹുദ്ദിക്റാ. യൗമഇദിൻ്റെ നിയമം എന്താണ്? യൗമഇദിൻ നമ്മൾ പഠിച്ചു, തൻവീൻ കസറിൻ്റെ ശേഷം യാ വന്നു. അപ്പോൾ ഇത് ആമും ബിഉന്നയാണ്. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹുദ്ദിക്റാ. സദ്ദുല്ല നൂനിയൊക്കെ മണിക്കണം കേട്ടോ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. ലി അയാതി എന്ന് പറയരുത്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. നമുക്ക് എടുക്കാനുള്ള നിയമം യൗമഇദിൻ ലാ. നമുക്ക് പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് പറഞ്ഞുതരാം. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. ഇവിടെ മദ്ദുണ്ട് കേട്ടോ, ലേസം നീട്ടണം. വലാ യൂസിഖു, യൂസിഖു എന്നോ യൂഷിഖു എന്നോ പറയരുത്. വലാ യൂസിഖു വസാഖഹു അഹദ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. കണ്ടോ, ഈ തൂന ഓതൂല. ഇവിടെ നിർത്തുമ്പോൾ ഒരു ഹാഇൻ്റെ ശബ്ദം വേണം. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. കണ്ടോ, ഒരു ഹാഇൻ്റെ ശബ്ദം വരണം. ഇതിനെ ഓതൂല, ഇവിടെ നിർത്തണം. ഇതിനെ ഓതൂല, ഇവിടെ നിർത്തണം. എങ്ങനെ? ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. ഈ റാളിയതൻ മർളിയൻ്റെ നിയമം എന്താണ്? തൻവീൻ ഫതഹിൻ്റെ ശേഷം മീമ് വന്നു. മീമ് വന്നാൽ എന്തിൻ്റെ ഉദാഹരണമാണ്? ഇത് ആമും ബിഉന്നയാണ്. മണിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇനി നമുക്ക് അല്പം തജ്വീദ് പഠിക്കാം. നമ്മളിപ്പോൾ എന്താ പഠിച്ചു വെച്ചത്? ശദ്ദുള്ള നൂനും മീമം മണിക്കണം, അതേ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളൂ. പിന്നെ സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങൾ. ആ നിയമങ്ങളിൽ നമ്മൾ എന്താ പഠിച്ചത്? സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങൾ 5 ഉണ്ട്. ഒന്ന് അൽ ഇൽഹാർ. ഇൽഹാർ നമ്മൾ പഠിച്ചു. വ്യക്തമാക്കി ഓതുക, മണിക്കാതെ ഓതുക. ഇൽഹാറിൻ്റെ കുട്ടികൾ എത്ര എണ്ണമാണ്? 6 എണ്ണം.
അംസ് ഹാ ഐന് ഹാ ഒയിന് ഹാ. പിന്നെ നമ്മൾ പഠിച്ചത് ഇത് ആമും ബിഉന്നയാണ്. ഇത് ആം ബിഉന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധ ചെയ്ത് മണിച്ചുച്ചരിക്കുക. ഇത് ആം ബിഉന്നക്ക് എത്ര അക്ഷരങ്ങളുണ്ട്, എത്ര മക്കളുണ്ട്? 4 എണ്ണം. 1 യ, 2 ന, 3 മ, 4 വ. യൻമു എന്ന് പറയാം അല്ലേ? ഇത് സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം ഈ അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ നല്ല ശ്രദ്ധ ചെയ്ത് മണിച്ചോദനം. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ അംസ് ഹാ ഐന് ഹാ ഒയിന് ഹാ വന്നാൽ ഇതാ നമ്മൾ പറഞ്ഞത് കണ്ടോ? ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ അംസ് ഹാ ഐന് ഹാ ഒയിന് ഹാ തെൻവീൻ ഫത്തഹിൻ്റെയോ തെൻവീൻ കസറിൻ്റെയോ തെൻവീൻ ലൊമ്മിൻ്റെയോ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വന്നാൽ എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. എന്നാൽ ഇത് ആമും ബിഉന്ന അതിൻ്റെ അക്ഷരങ്ങളാണ് യാ, നൂന്, മീമ്, വാവ്. ഇത് സാക്കിനായ തെൻവീൻ ഫത്തഹ്, തെൻവീൻ ഫത്തഹ്, തെൻവീൻ കസർ, തെൻവീൻ ലൊമ്മ്. ഇതിനാണല്ലോ തെൻവീൻ എന്ന് പറയുന്നത്, സുക്കൂനുള്ള നൂന്. ഈ തെൻവീൻ ഫത്തഹിൻ്റെയോ തെൻവീൻ കസറിൻ്റെയോ തെൻവീൻ ലൊമ്മിൻ്റെയോ സുക്കൂനുള്ള നൂനിൻ്റെയോ ശേഷം യാ ഓ നൂനോ മീമോ വാവ വന്നാൽ എന്ത് ചെയ്തണം? നമ്മൾ ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതണം എന്നു നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇത് ആമും ബിലാഉന്ന പഠിക്കാനുള്ളത്. ഇതാണ് അൽ ഇദ്ഗാമു ബിലാഉന്ന. സാക്കിനായ നൂനിനും തെൻവീനിനും 5 നിയമങ്ങളുണ്ട്. ആ 5 നിയമത്തിൽ 3ാമത്തെ നിയമമാണ് നമ്മൾ പഠിച്ചത് അൽ ഇദ്ഗാമു ബിലാഉന്ന. അൽ ഇദ്ഗാമു ബിലാഉന്ന. അൽ ഇദ്ഗാം ബിലാഉന്നക്ക് 2 കുട്ടികളെ ഉള്ളൂ. ഒന്ന് ലാമു ഒന്ന് റാഉ ആണ്. ഒന്ന് ലാമു ഒന്ന് റാഉ ആണ്. ആകെ 2 അക്ഷരമുള്ളൂ കേട്ടോ. 2 അക്ഷരമുള്ളൂ. ഇദ്ഗാമും ബിലാഉന്നക്ക് 2 മക്കളുള്ളൂ. ഒന്ന് ലാ, മറ്റൊന്ന് റാ. ഇൽഹാറിന് എത്ര മക്കളുണ്ട്? 6 എണ്ണം. ഇദ്ഗാമും ബിഉന്നക്ക് എത്ര മക്കളുണ്ട്? 4 എണ്ണം. ഇദ്ഗാമും ബിലാഉന്നക്ക് എത്ര മക്കളുണ്ട്? 2 എണ്ണം. ആ 2 എണ്ണത്തിൻ്റെ പേരെന്താ? ഒന്ന് ലാ ആണ്, മറ്റൊന്ന് റാ ആണ്. ഒന്നും കൂടി പറയുന്നു. ഇതാ അൽ ഇദ്ഗാമു ബിലാഉന്നക്ക് 2 അക്ഷരം. ഒന്ന് ലാ, മറ്റൊന്ന് റാ. തെൻവീൻ ഫത്തഹ്, തെൻവീൻ കസർ, തെൻവീൻ ലൊമ്മ്, സാക്കിനായ നൂന്. ഇതിൻ്റെ ശേഷം ചിലപ്പം ബെൻ എന്നുള്ള അക്ഷരം ഉണ്ടാകും. തെൻ, തുൻ, തിൻ. നമ്മൾ മുന്നേ പറഞ്ഞിരിക്കണ്. സെൻ, സിൻ, സുൻ, സെൻ, സിൻ, സുൻ. അങ്ങനെയൊക്കെ സുക്കൂനുള്ള നൂന്. ഇൻകുൻതും അവിടെ കണ്ടില്ല സുക്കൂനുള്ള നൂന്. അഷ്ഹദു അല്ലാ ഇലാഹ അൻ ലാ എന്നല്ല എഴുതിയിരിക്കണത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലാമോ റാഓ വന്നാൽ ഉന്നത്ത് കൂടാതെ ഇത് ആം ചെയ്യണം. ഉന്നത്ത് കൂടാതെ ഇത് ആം ചെയ്യണം എന്ന് പറഞ്ഞാൽ മണിക്കാതെ ഇത് ആം ചെയ്യണം. അൽ ഇദ്ഗാമു ബിലാഉന്നക്ക് 2 അക്ഷരമുണ്ട്. ലാ ഒന്ന്, മറ്റൊന്ന് റാ. ഉന്നത്ത് കൂടാതെ ഇത് ആം ചെയ്യണം. ഈ ലാമോ റാഓ തെൻവീൻ ഫത്തഹിൻ്റെയോ തെൻവീൻ കസറിൻ്റെയോ തെൻവീൻ ലൊമ്മിൻ്റെയോ സാക്കിനായ നൂനിൻ്റെയോ ശേഷം ഈ തെൻവീനുകളുടെ ശേഷം ലാമോ റാഓ വന്നാൽ മണിക്കാൻ പാടില്ല. ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. പഠിക്കുന്ന ആളുകൾ പിന്നെ ഓതുമ്പോഴോ ഒക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ചോദിക്കട്ടോ. നോക്കിക്കോളൂ. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇതെങ്ങനെ എഴുതിയിരിക്കണത്? വൈലുൻ, വൈലുൻ എന്നല്ല എഴുതിയിരിക്കണത്. വൈലു എന്നല്ല, വൈലുൻ. ലി കുല്ലി ഹുമസത്തിൻ എന്നല്ല ഇവിടെ എഴുതിയിരിക്കണത്. ഹുമസത്തിൻ ലുമസ. അപ്പോൾ ഇതിനെങ്ങനെ ശരിക്കും എഴുതിയ മാതിരി നമ്മളെങ്ങനെ വായിക്കുക? വൈലുൻ ലി കുല്ലി ഹുമസത്തിൻ ലുമസ എന്നല്ല ഓതുക. അങ്ങനെയല്ല ഓതുക. പിന്നെ എങ്ങനെ ഓതുക? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇതേപോലെ കണ്ടോ താഴെ ഇങ്ങനെയാണ് എഴുത്തിലുണ്ടാവുക. ഓതേണ്ടത് ഇങ്ങനെയാണ്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. കണ്ടോ? ഇവിടെ ലുൻ എന്നുണ്ട്, ഇവിടെ ലൂ എന്നുള്ളത്.
ഇവിടെ ഹുമസത്തിൻ എന്നുണ്ട്, ഇവിടെ ഹുമസത്തി എന്നുള്ളൂ. ഇതാണ് മാറ്റം. ഖുർആൻ്റെ എടുത്ത് ഇങ്ങനെ ഇക്കാരം വൈലുൻ ലി കുല്ലി ഹുമസത്തിൻ ലുമസ എഴുതുക. ഓതേണ്ടത് എങ്ങനെയാ? വൈലുൻ ലി കുല്ലി ഹുമസത്തിൻ ലുമസ. അല്ലാതെ ഇവിടെ മണിക്കാൻ പാടില്ല. വൈലുൻ ലി കുല്ലി ഹുമസത്തിൻ ലുമസ എന്ന് ഓതാൻ പറ്റൂല. കാരണം ഇത് ആമുൻ ബിലാഗുന്നയാണ്. തെൻവീൻ ലൊമ്മിൻ്റെ ശേഷം ലാമ വന്നത്. ഇവിടെ തെൻവീൻ കസറിൻ്റെ ശേഷം ലാമ വന്നത് മണിക്കാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ ഓതേണ്ടത് വൈലുല്ലി, ഒരു ലൊമ്മ് പോയി. വൈലുല്ലി കുല്ലി ഹുമസത്തിൻ എന്നുള്ളിടത്ത് ഒരു തീന്നുള്ളൂ, ഒരു കസറുള്ളൂ, തെൻവീൻ കസറില്ല. ഹുമസത്തിൻ എന്നുള്ളിടത്ത് ഹുമസത്തിൽ ലുമസ എന്ന് ഓതുക. ഇത് നോക്കിക്കോളി നിങ്ങൾ. താഴെ ഫഹുവ ഫീ ഈശത്തിൻ റാളിയ എന്നല്ലേ ഓത്തിൽ ഖുർആനിൽ എഴുതിക്കുക. അങ്ങനെ ഇക്കാരം ഈശത്തിൻ ഇക്കാരം ഓതുമ്പോൾ എങ്ങനെ ഓതേണ്ടത്? ഫഹുവ ഫീ ഈശത്തി റാളിയ. തിൻ എന്നിവിടെ ഇല്ല. അണ്ടങ്ങൾ ഇവിടെ തിൻ എന്നില്ല, ഇവിടെ തിൻ എന്നുണ്ട്. ഇവിടെ തെൻവീൻ കസറിൻ്റെ ശേഷം റാ വന്നത് കൊണ്ട് എന്ത് ചെയ്യാം? മണിക്കാതെ, ഉന്നത്ത് കൂടാതെ മണിക്കാതെ ഇത് ആം ചെയ്യണം. അപ്പോൾ ഫഹുവ ഫീ ഈശത്തിൻ എന്നുള്ളിടത്ത് ഫഹുവ ഫീ ഈശത്തി റാളിയ എന്ന ഓതുക. കണ്ടോ? ഇവിടെ കണ്ടോ? ഫഹുവ ഫീ ഈശത്തി റാളിയ. ഇതേപോലെ തന്നെയാണ് നൂന് വന്നാലും, സുക്കൂനുള്ള നൂന് വന്നാലും, സുക്കൂനുള്ള അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നല്ലേ ബാങ്ക് കൊടുക്കൽ. ശ്രദ്ധിച്ചിക്കണോ? അതങ്ങനെയാണ് നിയമം കേട്ടോ. അപ്പോൾ അവിടെ വൈലുൻ ലി കുല്ലി ഹുമസത്തിൻ ലുമസ എന്നുള്ളിടത്ത് ഓതേണ്ടത് വൈലുൻ ലി കുല്ലി ഹുമസത്തിൻ ലുമസ. നല്ല മനസ്സിലാക്കണം. അപ്പോൾ ലി ലുൻ എന്നുണ്ട്, വൈലുൻ ലുൻ എന്നുണ്ട്, ഇവിടെ ലൂന്നുള്ളൂ. അപ്പോൾ വൈലുല്ലി എന്നുള്ളിടത്ത് ഓതേണ്ടത് വൈലുല്ലീന, വൈലുല്ലി. ഹുമസത്തിൻ ലുമസ എന്നുള്ളിടത്ത് നമ്മൾ ഓതേണ്ടത് ഹുമസത്തിൻ ലുമസാന. ഫഹുവ ഫി ഈശത്തിൻ റാളിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓതേണ്ടത് ഫഹുവ ഫി ഈശത്തി റാളിയ. ഇതാണ് ഇത് ആമം ബിലാഗുന്ന. മനസ്സിലായല്ലോ? ഇപ്പം 3 ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു. ഈ 3 ഉദാഹരണങ്ങളും ഓതുമ്പം ഇനി ശ്രദ്ധിക്കും. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരീക്ഷ തരും, എക്സാം തരും. സാക്കിനായ നൂനിൻ്റെയും തെൻവീൻ്റെയും നിയമങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം തരും. അപ്പോൾ നിങ്ങൾ ശരിക്കത് പറഞ്ഞു തരേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് സംശയമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. എനിക്കറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരും. ഇതാ നമ്പർ 94 95 08 08 57 ബന്ധപ്പെടുക. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.